ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോളെ പാദസരവും ബ്രേസ്ലെറ്റും ഒക്കെ പൊട്ടിയിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നത് തുടങ്ങിയിട്ടും കുറച്ച് ദിവസമായിക്കണ്. പക്ഷേ സ്വർണത്തിൻ്റെ വില ആലോചിക്കുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം പിന്നോട്ട് നിന്നതാണ്. പക്ഷേ അവളെ കയ്യും കാലും കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനക്കേട്. കാരണം ഇപ്പോഴല്ലേ മക്കൾക്ക് ഇടാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോയാൽ പിന്നെ ആ ഇടലൊന്നും നടക്കില്ലല്ലോ, നമ്മൾ അയച്ചു വെക്കല്ലേ ചെയ്യുക. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പോവാന്ന് തന്നെ വിചാരിച്ച് ഞങ്ങൾ പോകുമ്പോൾ കുറച്ചൊരു പൈസക്ക് കുറവുണ്ടായിരുന്നു. 59 ഉള്ളത് 55 ആയിരുന്നു. അതന്നെ വലിയ ആശ്വാസമാണ്. അങ്ങനെ കുറ്റിക്കാട്ടൂരുള്ള ഒരു ഷോപ്പ് തന്നെയാണ് അമീൻ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം തിരക്കുള്ള അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ഞങ്ങൾ പോയപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ പോയി അവളെ സ്വർണം കൊടുത്തിട്ട് അതേ തൂക്കത്തിന് തന്നെ പാദസരും കൈച്ചേനും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറിയത്. പിന്നെ സ്വർണ്ണം വാങ്ങാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം ബ്രേസ്ലെറ്റാണ് നോക്കിയത്. അവളെ ബ്രേസ്ലെറ്റിൻ്റെ അതേ തൂക്കത്തിലുള്ള ബ്രേസ്ലെറ്റൊക്കെ നോക്കി അതിലൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത്. അപ്പോഴത്തേനും ഓൾക്ക് അവിടെ ഉള്ളൊരു ചേച്ചി ഇതൊക്കെ ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിമൊക്കെ കളിച്ചിരുന്ന ഒരു കോൽമുട്ടായി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൊടുത്ത്. അങ്ങനെ നമ്മൾ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ട് അവിടെ സെലക്ട് ചെയ്ത് വെച്ച്. പിന്നെ പാദസരം നോക്കിയപ്പോൾ കുറേ അവിടെ ഉള്ള ഒരു ഡിസൈനും ഓൾക്ക് കൊള്ളണില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അതിന് മാത്രം തടിയുള്ള ആളൊന്നല്ലേ ഉള്ളൂ. പക്ഷേ ഓളെ പാകത്തിലുള്ള പാദസരമൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞ്. പിന്നെ പൈസ തികയാതെ വന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു കേടൊന്നും മോതിയിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് കൊടുത്ത്. അപ്പോൾ പിന്നെ പൈസ അങ്ങോട്ടും ഇല്ല എന്നാക്കാത്ത രീതിയിൽ നമ്മൾ പാദസരത്തിമ്പോൾ കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുത്ത്. പിന്നെ ഓരെന്തൊക്കെയോ കൂട്ടിയും കുറച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് ജ്വല്ലറി പോയാലും മസ്റ്റാണല്ലോ, കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അവർക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ബലൂണും കൂടി ഓരോരുത്തർ നിന്ന് എക്സ്ട്രാ വാങ്ങിച്ചിട്ടോ. കാരണം നാത്തൂൻ്റെ കുട്ടിയുള്ളതാണ്. പിന്നെ അവിടെ വരെ പോയാൽ ഇവർ രണ്ടാളും കൂടി അടിയാവും. അങ്ങനെ അവിടുന്ന് ഒരു കോൽമുട്ടായി കൊടുത്തിട്ടോൾക്ക് അതും ഈമ്പിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.